Hello everyone, welcome to Becoming Rose. I am Rosemary Sebastian. അപ്പോൾ ഇന്നത്തെ വീഡിയോ BFA എന്ന കോഴ്സിനെ പറ്റിയും BFA എൻട്രൻസിൽ എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസും ഞാൻ ചെയ്ത പ്രിപ്പറേഷനും അതുപോലെ തന്നെ എനിക്ക് എത്ര റാങ്ക് ഉണ്ടായിരുന്നു, ഞാൻ ഏത് കോളേജിലായിരുന്നു എന്നതൊക്കെയാണ്. 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാമാണ് BFA എന്നത്, ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ്. കലയെ സ്നേഹിക്കുന്ന കലാകാരന്മാര്, അതായത് ക്ലേ മോഡലിങ്, ക്രാഫ്റ്റ്, ഡ്രോയിങ്, പെയിന്റിങ്, ഇതൊക്കെ പാഷനായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് പ്രൊഫഷണൽ ആക്കാൻ പറ്റിയ, മുതിർന്നവരാകട്ടെ കുട്ടികളാകട്ടെ ഏജ് ലിമിറ്റ് ഇല്ലാത്ത ഒരു കോഴ്സാണ്. തൃശ്ശൂര്, തിരുവനന്തപുരം, മാവേലിക്കര, RLV കോളേജ്, പിന്നെ കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ 5 കോളേജാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതില് RLV കോളേജിലും കാലടി കോളേജിലും ഏജ് ലിമിറ്റ് ഉണ്ട്. തൃശ്ശൂര്, തിരുവനന്തപുരം, മാവേലിക്കരയില് ഏജ് ലിമിറ്റ് ഇല്ല. ഞാൻ പഠിക്കുന്നത് തൃശ്ശൂര് ഫൈൻ ആർട്സ് കോളേജിലാണ്. എനിക്ക് എൻട്രൻസ് എഴുതിയാണ് സീറ്റ് കിട്ടിയത്. റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാലേ നമുക്ക് ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 48 സീറ്റും, മാവേലിക്കരയിൽ 45 സീറ്റും, തൃശ്ശൂര് 44 സീറ്റും, പിന്നെ തൃശ്ശൂര് ആർട്ട് ഹിസ്റ്ററിക്ക് 7 സീറ്റും ആണുള്ളത്. എൻട്രൻസ് എക്സാമിൽ എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഞാൻ എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്തു എന്നൊക്കെയാണ് അടുത്തതായിട്ട്. എൻട്രൻസ് എക്സാം കുറച്ച് നാൾ മുമ്പൊക്കെ 4 ദിവസം എടുത്തുള്ള എക്സാം ആയിരുന്നു. പക്ഷേ കോവിഡ് സമയം കഴിഞ്ഞ പിന്നെയാണ് അറിയാൻ സാധിച്ചത് 1 ദിവസമുള്ളൂ. ഞാൻ 1 ദിവസമാണ് എൻട്രൻസ് എഴുതാൻ പോയത്. എൻട്രൻസിന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സെൻറ്റർ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഹാൾ ടിക്കറ്റ് കയ്യിലുണ്ടാവണം. 1 ദിവസം 4 എക്സാമാണ് നമുക്ക് BFAയുടെ എൻട്രൻസ് എക്സാം ആയിട്ട് വരുന്നത്. ഈ എൻട്രൻസ് എക്സാം ഞാൻ പറയുന്നത് തൃശ്ശൂര്, തിരുവനന്തപുരം, മാവേലിക്കര എന്നീ കോളേജിലേക്കുള്ളതാട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 എക്സാം വരും. അതിൻ്റെ അകത്ത് ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റഡി ആയിരിക്കും. ലൈഫ് സ്റ്റഡി എന്ന് വെച്ചാൽ ഒരാളെ ഞാനിപ്പോൾ ഇരിക്കുന്ന പോലെ കൊണ്ടിങ്ങനെ ഇരുത്തും. അപ്പം നമ്മൾ അയാളെ നോക്കി വരയ്ക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, അതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്രയും ഭാഗമായിട്ടേ വരയ്ക്കാവുള്ളൂ. ആ ആളുടെ ഫുൾ സൈസ് അല്ല അവർക്ക് വേണ്ടത്. അവർക്ക് ആ ആളുടെ ഇമോഷൻസ് വേണം. അതുപോലെ തന്നെ കണ്ണ്, മൂക്ക്, വായ എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ അടിപ്പനായിട്ട്, എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് വരയ്ക്കണം. ലൈൻസ് നോക്കുക, ലൈൻസിൻ്റെ ഇമ്പോർട്ടൻസ്, ഷെയ്ഡിങ്, ലൈറ്റ് ആൻഡ് ഷെയ്ഡ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ലൈഫ് സ്റ്റഡിക്കകത്ത് കളറിങ് ഇല്ല, ഒൺലി പെൻസിൽ ഷെയ്ഡിങ്. അതായത് പെൻസിൽ ഉപയോഗിക്കാം, ലെഡ് ഉപയോഗിക്കാം, ചാർക്കോൾ കാണും. അത് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടപ്പ് കാണും. എന്നായാലും ലൈഫ് സ്റ്റഡിക്ക് പെൻസിൽസേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പേപ്പറിന്റെ സൈസ് വരുന്നത് ഹാഫ് ഇംപ്രസ്ഡ് സൈസാണ്. ഞാൻ ചെയ്ത പ്രിപ്പറേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യമൊക്കെ ഞാൻ ഫോട്ടോസ് നോക്കി വരച്ചു. പിന്നെ ഞാൻ ഫോട്ടോസ് അങ്ങ് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഒരാളെ എത്തി തന്നെ ചെയ്ത് പഠിക്കാൻ തുടങ്ങി. നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും മതി. അവരെ ഷേപ്പ് ആവും. ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ ഷേപ്പ് ആവില്ലായിരിക്കും, സ്വാഭാവികം. പക്ഷേ വരച്ച് വരുമ്പം നിങ്ങൾക്ക് തന്നെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങൾ തന്നെ അത് സെറ്റായിട്ട് വരയ്ക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ എക്സാമാണ്. രണ്ടാമത്തെ എക്സാം എന്ന് പറഞ്ഞാൽ GK ആണ്. GK എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടി സ്വപ്നമായിരിക്കും അല്ലേ? എനിക്ക് എന്താണോ, എനിക്കും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഭയങ്കര ഒരു പേടിയായിരുന്നു GKന്ന് കേൾക്കുമ്പോൾ. കാരണം ഞാൻ GKയിൽ അത്ര നോളജ് ഉള്ള ആളല്ല. പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണ്, GK അത്ര പേടിക്കാനൊന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെ അതിൻ്റെ അകത്ത് ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഞാൻ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ ബുക്ക് വായിച്ചു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പിന്നെ റിവിഷൻ ചെയ്തു. ഇതൊക്കെയാണ് ഞാൻ GKയിൽ ചെയ്തത്. ഈ എക്സാമിന് 25 മാർക്കായിരിക്കും. 20 വൺ വേർഡ് ആണ്. പിന്നെ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണും. എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ രാജാരവിവർമ്മയെ കുറിച്ച് എഴുതുക, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഇനി മൂന്നാമത്തെ എക്സാമാണ്. മൂന്നാമത്തെ എക്സാം ഓപ്ഷണലാണ്. ഞാൻ ആദ്യം 2 എക്സാമിൻ്റെ കാര്യം പറഞ്ഞു, നമ്മുടെ ലൈഫ് സ്റ്റഡിയും GKയും. ഈ 2 എക്സാമും ഏത് കോഴ്സാണോ എടുക്കുന്നത് അവർക്കെല്ലാം കോമൺ ആണ്. പക്ഷെ മൂന്നാമത്തെ എക്സാം ആർക്കുള്ളതാണ്? ആർട്ട് ഹിസ്റ്ററി എന്ന സബ്ജക്റ്റ് പഠിക്കേണ്ടവർക്കുള്ളതാണ്. ഈ സബ്ജക്റ്റ് നമ്മുടെ തൃശ്ശൂരിൽ മാത്രമാണുള്ളത്. തൃശ്ശൂർ 7 സീറ്റേ ഈ സബ്ജക്റ്റിനുള്ളൂ. അപ്പോൾ എന്നാ ചെയ്യണ്ടേ? അവർ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് എഴുതാനുള്ള പ്രാക്ടീസ് ചെയ്യുക. അതാണ് അവർ മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്ത് ഓപ്ഷണലാണ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ. അപ്പോൾ രജിസ്ട്രേഷൻ്റെ ടൈമിൽ ഇതിലെ ഓപ്ഷൻ കൊടുക്കാനുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഏറ്റവും ലാസ്റ്റത്തെ എക്സാമാണ് 4ാമത്തെ എക്സാം. 3 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, 3 ഓപ്ഷൻ്റെ അകത്ത് 1 കോമ്പോസിഷൻ ആണ്, 2 ഡിസൈനിങ്, 3 ക്ലേ മോഡലിങ്.
അപ്പോൾ ഫസ്റ്റ് വൺ കോമ്പോസിഷൻ ആണ്. കോമ്പോസിഷനിൽ നമുക്കൊരു സബ്ജക്റ്റ് തരും. നമുക്ക് സാധാരണ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ തരുന്ന പോലെ ഒരു സബ്ജക്റ്റ് തരും. അപ്പൊ ആ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് നമ്മുടെ രീതിക്കുള്ള ചിത്രങ്ങൾ വരയ്ക്കുക. മീഡിയം എന്താ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ കളർ, ഓയിൽ പേസ്റ്റിൽ അങ്ങനെ കുറെ മീഡിയംസ് ഉണ്ട്. ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. പക്ഷെ നിങ്ങൾ ഓർക്കുക, ഈ 4ാമത്തെ എക്സാമില് പെയിന്റിംഗ് ആണ്. കോമ്പോസിഷനിൽ പെയിന്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ വാട്ടർ കളർ ആണ് ഞാൻ ചൂസ് ചെയ്തത്. നമ്മൾ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് തരുവാണെങ്കിൽ എല്ലാവരും ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാണ്ട് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ച് ചെയ്യുക. 2 മണിക്കൂർ സമയത്തിനുള്ളിൽ നമ്മൾ പെയിന്റിങ് ചെയ്ത് തീർക്കണം. ഒരു കാര്യം ഓർക്കുക, കോമ്പോസിഷനിലായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ചെയ്യുന്ന വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് പോവാൻ നോക്കുക. കംപ്ലീറ്റ് ആക്കാത്ത വർക്ക് ഇവാലുവേറ്റ് ചെയ്യില്ലെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ചെയ്യുന്ന വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കുക. പിന്നെ ഡൾനെസ് ഇല്ലാതെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, രണ്ടാമത്തെ എക്സാമിൽ അടുത്ത ഓപ്ഷൻ വരുന്നത് ഡിസൈൻ ടെസ്റ്റ് ആണ്. ഡിസൈൻ ടെസ്റ്റിൽ നമ്മൾ എങ്ങനെ ക്രിയേറ്റീവായിട്ട് ചിത്രം ചെയ്യുന്നു, ഡിസൈനിങ്ങിലായിരിക്കും കൂടുതൽ താല്പര്യം. അവർക്കായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ക്, പെൻസില്, സ്കെച്ച് ഇവയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യം കൊടുത്തിട്ട് കാണും. ഡിസൈൻ ടെസ്റ്റിന് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ സബ്ജക്റ്റും കൊടുത്തിട്ട് കാണും. അപ്പോൾ ഡിസൈൻ ടെസ്റ്റിൽ നമ്മൾ ആ സബ്ജക്റ്റിന് നല്ല ക്രിയേറ്റീവായിട്ട് നല്ല എടുപ്പോടെ അത് ചെയ്യുക, ഇത്രേ ഉള്ളൂ. പിന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത് ക്ലേ മോഡലിംഗ് ആണ്. എല്ലാവർക്കും പെയിന്റിങ്ങും ഡ്രോയിങ്ങും ഒന്നും ആയിരിക്കില്ല താല്പര്യം. ചിലവർക്ക് നല്ലപോലെ ശില്പങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അവരെയും കൂടി ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു എക്സാം വരുന്നത്. 3D സെക്ഷനിൽ, അതായത് ക്ലേ മോഡലിംഗിൽ കൂടുതലും കോമ്പോസിഷൻസ് ആണ് കൊടുക്കാറ്. ആക്ഷൻ, ക്യാരക്ടർ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ് കൂടുതലും കൊടുക്കാറ്. പിന്നെ നമ്മുടെ ക്ലേ ഒക്കെ കോളേജ് തന്നെ, അതായത് സെന്ററിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് ടൂൾസ് ഉണ്ട്. ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കാം. ടൂൾസ് ഉണ്ട് ക്ലേ മോഡലിങ്ങിന്. അപ്പൊ ആ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ 4ാമത്തെ എക്സാംസ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഓർക്കുക, 3 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? കോമ്പോസിഷൻ, ഡിസൈനിങ്, അതുപോലെ തന്നെ ഉള്ള ഒരെണ്ണമാണ് ക്ലേ മോഡലിംഗ്, അതായത് 3D. BFA സ്റ്റുഡന്റ് എന്ന രീതിക്കും ഈ എൻട്രൻസ് അറ്റൻഡ് ചെയ്ത രീതിക്കും എനിക്ക് തരാനുള്ള ഒരു അഡ്വൈസ് ഇത്രേ ഉള്ളൂ. ടെൻഷന്റെ ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ ഓക്കെയാ, നമ്മൾ പക്കയാ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സീറ്റ് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും 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 വരയ്ക്കുക. പരീക്ഷയ്ക്ക് 1 ആഴ്ച മുമ്പാകട്ടെ, 2 ആഴ്ച മുമ്പാകട്ടെ, നിസ്സാരം 2 ദിവസം മുമ്പാകട്ടെ, നമ്മൾ എന്തോരം വരയ്ക്കുന്നോ ആ വരയായിരിക്കും നമുക്ക് എക്സാമിൽ ഉണ്ടാവുക. അപ്പൊ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക, അത്യാവശ്യം നന്നായിട്ട് വായിച്ചിട്ട് പോവുക. GKക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് എൻട്രൻസ് എക്സാം എഴുതുക. BFA കുറിച്ചും കോളേജിനെ കുറിച്ചും അങ്ങനെ കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ബൈ ബൈ.